എത്ര നോമ്പുകാരുണ്ട് ഹദ്ദുഹു മിൻ സിയാമിഹി, അവന്റെ നോമ്പിൽ നിന്ന് അവന് കിട്ടിയ വിഹിതം അൽ ജൂഉ വൽ അതശ്, ദാഹവും വിശപ്പും മാത്രമാണ്. ആയുഷ്കാലം മുഴുവൻ ഓരോ വർഷത്തിലും ഓരോ മാസം പട്ടിണി കിടന്ന എത്ര ആൾക്കാരുണ്ടെന്നാ ചോദിക്കണം. റബ്ബ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി അസ്സഹർ, എത്ര രാത്രി നമസ്കാരക്കാരാണ് ഉറക്കമൊഴിച്ചെന്നതല്ലാതെ ആ നമസ്കാരം കൊണ്ട് അവൻ എന്ത് പ്രയോജനം എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? നോമ്പ് നോൽക്കുന്നവൻ നോമ്പിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ പറ്റി ആലോചിക്കണം എന്നല്ലേ എൻ്റെ അർത്ഥം. അതുകൊണ്ട് നിർബന്ധമായൊരു നോമ്പാണ്. ഒരാൾ കരുതിക്കൂട്ടി നോമ്പ് ഉപേക്ഷിച്ചാൽ വളരെ കഠിനമായ ശിക്ഷയാണ് അവനുള്ളത്. അതല്ല, ഒരാൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ ഒരു അടിമയെ അയാൾ മോചിപ്പിക്കണം. പറ്റില്ലെങ്കിൽ 2 മാസം അയാൾ തുടർച്ചയായി നോമ്പ് നോൽക്കണം. അപ്പോൾ 35ാമത്തെ നോമ്പിൻ്റെ അന്ന് അയാൾക്ക് വീണ്ടും നോമ്പ് നോൽക്കാൻ പറ്റിയില്ലെങ്കിലോ അയാൾ അവിടെ നിന്ന് പിന്നെ 60 മുഴുവനാക്കണം. എത്ര കഠിനമായ നടപടിക്രമമാണ് ഒരു നോമ്പ് നഷ്ടപ്പെടുന്നതിനുണ്ടായത്. അത്ര നിർബന്ധപൂർവ്വം അല്ലാഹു ഒരു കാര്യം നമുക്ക് നിശ്ചയിച്ചതിന് അത്ര വലിയ കാര്യമുണ്ട് സുഹൃത്തുക്കൾ.